സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂർ അഴീക്കോട് പടക്കം പൊട്ടി 8 വയസ്സുകാരൻ മരിച്ചു. 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അഴീക്കോട് പുന്നക്കപ്പാറയിലെ അമൻ എന്ന കുട്ടിയാണ് മരിച്ചത്. കുട്ടികൾ പടക്കം ഉപയോഗിച്ച് കളിക്കുന്നതിനിടെയായിരുന്നു അപകടം. അർജുൻ കല്യാടി ചേരുന്നു. അർജുൻ, ഈ കുട്ടികളുടെ കയ്യിൽ എങ്ങനെയാണ് പടക്കം വന്നത്? ഈ മരണം എപ്പോഴാണ് സംഭവിച്ചത്? പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട് അർജുൻ? റോഷ്നി, അതായത് കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിലാണ് ഈ അപകടം നടക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ അപകടം നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കുട്ടികൾ വിഷുവിന് ശേഷം പലയിടങ്ങളിൽ നിന്നായി കുട്ടികൾ ഇങ്ങനെ പടക്കം ശേഖരിക്കുന്നതായിട്ടാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. വിജയാഹ്ലാദ പ്രകടനം കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ ഈ പ്രദേശത്തെല്ലായിടത്തും നടന്നിരുന്നു. അവിടെ നിന്നും കുട്ടികൾ ഈ പൊട്ടിച്ച പടക്കത്തിൻ്റെ ചില വസ്തുക്കളെല്ലാം തന്നെ ശേഖരിക്കുന്നതായി കണ്ടതായും ചില ആളുകൾ പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം ഈ കുട്ടികൾ വീടിന് സമീപത്തുണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടിൽ വെച്ച് ഇത്തരത്തിൽ ഒരു പോപ്പർ, അതായത് നമ്മൾ ഈ ആഘോഷ പരിപാടികളിലെല്ലാം തന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്ന പോപ്പറിൻ്റെ ഈ ഭാഗത്ത്, അതായത് പോപ്പറിനകത്തേക്ക് ഈ വെടിമരുന്നുകളെല്ലാം തന്നെ കുത്തി നിറച്ച് അതിൽ തീ കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് ശേഷം വിലയിരുത്തുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ, പോപ്പറിൻ്റെ അവശിഷ്ടങ്ങൾ ആ പരിസര പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തിരുന്നു. പോലീസ് ഇപ്പോൾ എന്തായാലും ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് പടക്കം ലഭിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി, ഈ പുന്നക്കപ്പാറയിൽ തന്നെയുള്ള അമൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. 2 കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ പരിക്കേറ്റിരുന്നു. ഒരു കുട്ടി ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പരിക്കേറ്റിട്ടുണ്ട്, കാര്യമായ രീതിയിൽ തന്നെ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ സ്ഥിതി ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്, പക്ഷേ അത് അത്ര വലിയ പരിക്കല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും 2 കുട്ടികളും ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരുപാട് പ്രചരണങ്ങൾ, ഈ ആഹ്ലാദ പ്രകടനത്തിനിടെ പൊട്ടിച്ച പടക്കം പൊട്ടിക്കുന്നതിനിടയിലാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ മരണം സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു പ്രചരണമല്ല. കൃത്യമായ രീതിയിൽ കുട്ടികൾ പടക്കം ഉപയോഗിച്ച് കളിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഷ്നി, ഈ കുട്ടിയുടെ ഈ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണോ? ഇപ്പോൾ മറ്റ് കുട്ടികൾ, പരിക്കേറ്റവർ, അവരുടെ ആരോഗ്യ സ്ഥിതി എങ്ങനെയുണ്ട്? മരണപ്പെട്ട കുട്ടിയുടെ മൃതശരീരം ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികൾ പോപ്പർ നിലത്ത് വെച്ച് അതിൽ തീ കൊടുക്കുകയായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വെടിമരുന്നിന് തീ പിടിക്കുകയും പൊട്ടിത്തെറിക്കുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മുഖത്താണ് പരിക്കേറ്റത്. ആ മുഖത്ത് പരിക്കേറ്റതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിക്ക് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ദൃക്സാക്ഷികളും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ മറ്റ് 2 കുട്ടികൾ, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മറ്റ് 2 കുട്ടികളും ഇപ്പോൾ ചികിത്സയും കഴിയുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിലവിൽ ആശങ്കകളില്ല, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അതുപോലെ തന്നെ പോലീസും ഒക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഈ പ്രദേശത്ത് കുട്ടികൾ ഇത്തരത്തിൽ എല്ലാ ദിവസവും എന്നോണം തന്നെ അവധിക്കാലമായതുകൊണ്ട് തന്നെ ആ ഗ്രൗണ്ടിൽ, വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ എല്ലാ ദിവസവും കളിക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ കുട്ടികൾ കളിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനിടയിൽ ഇത്തരം ഈ വെടിമരുന്നുകൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമെന്ന് ഒരു തരത്തിൽ പോലും അവിടെയുള്ള ആരും തന്നെ കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രദേശവാസികൾക്കോ അവർക്കോ ആരും തന്നെ ഇങ്ങനെ ഒരു അപകടകരമായ ഒരു സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഗതി കുട്ടികൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു പ്രതികരണത്തിലേക്ക് പോകാം. Playing with firecrackers, and this firecrackers, they were trying to do some activities on that. One of the stone, they were trying to burst this fire, and one boy by the name of Aman, he got severely injured and he was declared brought dead at the government hospital Kannur. The other boy, Salman, is undergoing treatment at Sri Chand hospital, but his condition is stable. No other injuries are reported as of now, and further investigation is going on. But so far we have prima facie not found any foul play in this. It was just kids playing with the firecrackers, and something went wrong. Bad day for Amal. He got this
We are investigating that thing also. As in of when we will get the information about that, we will reveal that also. അർജുൻ തുടരുന്നുണ്ട്. അർജുൻ, ദുരൂഹമായൊന്നും ഇപ്പോൾ അവർ സംശയിക്കുന്നില്ലെങ്കിലും ഈ കുട്ടികളുടെ കയ്യിൽ ഈ കളിക്കാനായി ഇങ്ങനെ ഒരു പടക്കം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഇപ്പൊ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി അവിടെ മഴയൊക്കെ പെയ്തിട്ടുള്ളതിന്റെ വെള്ളവും കെട്ടി നിൽക്കുന്നത് കാണാം. ഇതിപ്പോ എങ്ങനെ ഈ കുട്ടികൾക്ക് അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു, അതെന്താണ് ചെയ്തത്, ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ടല്ലേ? റോഷ്നി, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേട്ട പ്രതികരണം വളപട്ടണം SHO ആയിട്ടുള്ള വ്യക്തിയുടെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെതാണ്. അദ്ദേഹം പറയുന്നത് ഈ തരത്തിൽ പടക്കം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യത്തിലാണ് ഇനി പ്രാഥമികമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് പോവേണ്ടുന്നത്. ഈ കുട്ടികൾ ഇത്തരത്തിൽ വിജയാഹ്ലാദ പ്രകടനമൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ അത്തരത്തിലുള്ള ചില ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ പ്രദേശത്ത് നടന്നിരുന്നു. അപ്പോൾ അവിടങ്ങളിൽ നിന്ന് എവിടെന്നെങ്കിലും ഇത്തരത്തിൽ ഈ പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം പോവേണ്ടതുണ്ട്. അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത്, ഇത്തരത്തിൽ വിഷു സമയത്ത് കുട്ടികൾ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ ഈ പടക്കങ്ങൾ ശേഖരിക്കുകയും അവരിങ്ങനെ പൊട്ടിച്ച് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അത് വലിയ അപകടകരമായ പടക്കങ്ങളൊന്നുമല്ല, സാധാരണ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പടക്കങ്ങളെല്ലാം തന്നെ അവർ ശേഖരിക്കുന്നത് അവിടെയുള്ള പ്രദേശവാസികളുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ഒരു പടക്കം ശേഖരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു അപകടകരമായ വിനോദത്തിൽ ഏർപ്പെടുകയും ഒന്നും ചെയ്യുന്നതായി നാട്ടുകാരുടെ ആരുടെയും ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചിട്ടുള്ള ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ നിന്നും പടക്കങ്ങൾ ഇവർ എവിടെ നിന്നെങ്കിലും ശേഖരിച്ചിട്ടുണ്ടോ? ആ പ്രദേശത്ത് തൊട്ടടുത്തൊന്നും അത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ ഏകദേശം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ 2-3 ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ഈ കുട്ടികൾ ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണങ്ങൾ പോകുന്നത്. എന്തായാലും അതിനകത്ത് ദുരൂഹതകളൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. പ്രാഥമികമായ പരിശോധനയിൽ തന്നെ കുട്ടികൾ കളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചത് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പോലീസ് പറയുന്നത് കുട്ടികൾ ഈ പോപ്പർ, നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോപ്പറിൻ്റെ ഉള്ളിലേക്ക് ഈ വെടിമരുന്നുകൾ ശേഖരിക്കുകയും അത് കുത്തി നിറയ്ക്കുകയും അങ്ങനെ അത് ഒരു 2 കല്ലിനിടയിൽ വെച്ച് അതിൽ തീ കൊടുക്കുകയുമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് തീ ആളി പടരുകയും കുട്ടിയുടെ മുഖത്തുൾപ്പെടെ, അതായത് കുനിഞ്ഞു നിന്ന് തീ കൊടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടി തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയുടെ മുഖത്തുൾപ്പെടെ പരിക്കേറ്റത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തൊട്ടടുത്ത വീട്ടിലുള്ള സ്ത്രീകളും മറ്റുമൊക്കെ ഓടിക്കൂടുകയും അവർ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ആളുകളൊക്കെ എത്തി ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. 3 കുട്ടികളെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു കുട്ടിക്ക് വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേറ്റുകയും കുട്ടിയുടെ മുഖത്തുൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. കുട്ടി വളരെ പെട്ടെന്ന് തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വളപട്ടണം സ്വദേശിയായിട്ടുള്ള അമാൻ എന്ന് പറയുന്ന കുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ സൽമാൻ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ സൽമാൻ എന്ന് പറയുന്ന ഒരു കുട്ടി കൂടി അവിടെ ഉണ്ടായിരുന്നു. സൽമാന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ സൽമാൻ്റെ പരിക്ക് അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഭേദപ്പെട്ടു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു കുട്ടിയുമുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് വളരെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കുട്ടിയെ പ്രാഥമികമായിട്ടുള്ള ഒരു ചികിത്സ മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത്. കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ പടക്കം ലഭിച്ചത് എന്നുള്ളതാണ് ഇനി അല്ലെങ്കിൽ ഇനി പ്രധാനമായും അന്വേഷിക്കേണ്ടുന്ന ഒരു കാര്യം. നിലവിലുള്ള സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിൽ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ഈ പടക്കം എവിടെ നിന്ന് ലഭിച്ചു എന്നതിന് മാത്രമാണ് ഒരു ആശയക്കുഴപ്പമുള്ളത്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ തന്നെയാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കളിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ആ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികളുടെ ചെരുപ്പും പന്തും ഒക്കെ ആ സ്ഥലത്ത് കാണാം. ഏറെ ദാരുണമായ ഒരു അപകടം. ഒരു കുട്ടിയുടെ ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു കുട്ടി പരിക്കുകളോടെ സ്റ്റേബിൾ ആണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തിട്ടുള്ളത്.